1202 ആണ്ട് ചിങ്ങമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. 17/8/2026 മുതൽ 16/9/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ ഫലങ്ങളാണ് പറയുന്നത്. മകം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ്. ബന്ധുവിന്റെ വിരഹം മൂലമുണ്ടായ കുറച്ച് കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും നഷ്ടങ്ങളൊക്കെ ക്രമേണ മാറിക്കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. ദൈവാധീനക്കുറവ് ഉള്ളത് മാറിക്കിട്ടുന്നു. അതായത് ദൈവത്തിന്റെ കൃപാകടാക്ഷങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്, ഈശ്വരാധീനം ലഭിക്കുന്ന സമയമാണ്. ശത്രുക്കളുടെയും അസൂയാലുക്കളുടെയും ഒക്കെ നമുക്ക് ശല്യം ചെയ്തുകൊണ്ടിരുന്നതൊക്കെ നിർത്തിവെക്കുന്നു. രോഗങ്ങൾ ഉണ്ടെങ്കിൽ കുറച്ചെങ്കിലും കുറവ് വരുന്നു. ധനനഷ്ടം ഒരുവിധം നിയന്ത്രിക്കാൻ സാധിക്കുന്നു. ചില ദമ്പതിമാർ തമ്മിൽ കലഹം കൂടി എന്നേക്കുമായി പിരിയാൻ തീരുമാനിച്ചവർ മാനസാന്തരപ്പെട്ട് അവർ ഇനി ഒന്നിച്ച് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ദീർഘദൂര യാത്രകൾ ചെയ്തതിലുള്ള ശരീരത്തിന്റെ ചില ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടുന്നു. കാര്യങ്ങൾ സാധിച്ചെടുക്കുവാനുള്ള ഒരു കാലതാമസം ഒഴിവാക്കി കിട്ടുന്നു. ജനങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നൊക്കെ ധാരാളം സഹായ സഹകരണം ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ ഏതെങ്കിലും തരത്തിൽ പേരിനൊരു കളങ്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും മാറിക്കിട്ടുന്നു. അതുപോലെ ദേഹത്തിനുണ്ടായ വീഴ്ച മൂലമോ അപകടം മൂലമോ ഒക്കെ ഉണ്ടായിട്ടുള്ള ക്ഷതങ്ങൾ മാറിക്കിട്ടുന്നു, അതിനൊക്കെ സുഖം പ്രാപിക്കുന്നു. കാർഷിക വിളകൾക്ക് നാശം ഉണ്ടാകാം എന്നുള്ളതാണ് കാണുന്നത്. അതുമൂലം വലിയ നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇൻഷുറൻസ് ഉള്ളവർക്ക് പ്രശ്നങ്ങളൊന്നും വരാൻ സാധ്യത കാണുന്നില്ല. ചില ഗ്രഹങ്ങൾക്ക് മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങൾ ലഭിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. ധാന്യങ്ങൾക്ക് നാശം വരാൻ, വിളവുകൾക്കൊക്കെ നാശം വരാൻ ഒരു സാധ്യത കാണുന്നുണ്ട്, നേരത്തെ ഞാൻ പറഞ്ഞതാണ്. അതുപോലെ പുഷ്പകൃഷി ഉള്ളവർക്ക്, പൂക്കള കൃഷിയാണ് ചെയ്യുന്നവർക്കും കുറച്ച് ഒരു മോശപ്പെട്ട ഒരു സമയമാണ്. രത്നങ്ങൾ, നവരത്നങ്ങൾ മുതലായവ കച്ചവടം ചെയ്യുന്നവർക്ക് ചില നാശനഷ്ടങ്ങൾ വരാൻ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ശ്രദ്ധിക്കുക. അതുപോലെ മേലുദ്യോഗസ്ഥന്റെ അഭാവത്തിൽ അധിക ചുമതല ഏറ്റെടുക്കേണ്ടി വരുന്നു. അതിൻ്റെ കീഴുദ്യോഗസ്ഥന്മാർക്ക് ആലോചിച്ച ശേഷമേ ഏതൊരു വേണ്ടപ്പെട്ട കാര്യവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെയധികം ആലോചിക്കുക, ബുദ്ധിപൂർവ്വമൊക്കെ ആലോചിച്ചതിന് ശേഷം മാത്രമേ അതിനൊരു തീരുമാനം എടുക്കാവൂ. അല്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇനി മകൻ നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. വളരെ മോശമായിട്ടുള്ള ഒരു സമയമാണ് ഈ മകൻ നക്ഷത്രക്കാരിൽ ചിലരുടെ രോഗം, ദാരിദ്ര്യം, കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായേക്കാം. ചിലർക്കാണ് യന്ത്രങ്ങളിൽ നിന്നും ചില അപകടങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അന്യ സ്ഥലത്ത് താമസിക്കേണ്ടതായിട്ട് വന്നേക്കാം. അച്ഛനും അമ്മയും സഹിതമായിരിക്കും മാറി താമസിക്കുക. ബന്ധുമിത്രാദികളുടെ സഹകരണം കുറവായി കാണുന്നതാണ് ഈ സമയത്ത്. ചെറിയ ഒരു സർജറി വേണ്ടി വന്നേക്കാം. 5 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള മകം നക്ഷത്രക്കാർക്ക് അവർക്ക് അത്ര നല്ല ഒരു സമയമാണെന്ന് കുറച്ചൊക്കെ പറയാൻ സാധിക്കുന്ന ഒരു സമയമാണ്. രോഗങ്ങൾ അവർക്ക് അലട്ടിക്കൊണ്ടിരിക്കാം. ജീവിതം ഒരു പരീക്ഷണം പോലെയാണ് ഇവർക്ക് കാണുന്നത്. വിദ്യാഭ്യാസത്തിന് സ്കൂളിൽ ചേരുന്നതിനും മറ്റുമൊക്കെ ചെറിയ തടസ്സങ്ങൾ കാണുമെങ്കിലും പിന്നീട് അതെല്ലാം നേരെയായി പോകുന്നതായിട്ടാണ് കാണുന്നത്. അപൂർവം ചിലർക്ക് അല്പം താമസിച്ചായ വിദ്യാഭ്യാസം തുടങ്ങുവാനായിട്ട് സാധിക്കുന്നുള്ളൂ. എവിടെയും ഭാഗ്യത്തിന്റെ ഒരു ആനുകൂല്യം ഇവർക്ക് കടന്നു വരുന്ന ഒരു സമയം ഇതാണ്. അവസാന നിമിഷം നടക്കൂല എന്നുള്ള കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുന്ന ഒരു സമയമാണ് ഈ മകൻ നക്ഷത്രക്കാർക്ക്. അതെല്ലാം നടന്നു കിട്ടുന്നു. ചെറിയ ഒരു സർജറി ഈ സമയം കാണുന്നുണ്ട്. മികച്ച ജോലിയിൽ പ്രവേശിക്കുന്നതിനും ഇവർക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ കലാ സാംസ്കാരിക രംഗങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും ചില മകൻ നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നുണ്ട്. അതുപോലെ പല സമ്മാനങ്ങളും ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. 25 വയസ്സ് മുതൽ 31 വയസ്സ് വരെയുള്ള മകം നക്ഷത്രക്കാർക്ക് സർക്കാർ മുതലായ സ്ഥാപനങ്ങളിൽ നിന്നും ചില പ്രതികൂല നടപടികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചിലർക്ക് ഈ സമയം വിദേശവാസമാണ് കാണുന്നത്. വിവാഹം കഴിക്കുന്നതിനും സന്താന ഭാഗ്യം ഉണ്ടാകുന്നതിനും ഈ സമയത്ത് യോഗം കാണുന്നുണ്ട്. ഉറ്റ ബന്ധുക്കൾ ആരെങ്കിലും മരണപ്പെടുന്നതിന്, വയസ്സായ ആൾക്കാരാണ്, മരണപ്പെടുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ശരീരത്തിന് ചില മുറിവുകൾ, ചതവുകളെല്ലാം പറ്റുന്നതിന് ഒരു സാധ്യത ഉണ്ട്, ശ്രദ്ധിക്കുക. ഈ സമയം കേസുകൾ ഉണ്ടെങ്കിൽ പരാജയം വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. വീട് പണി നടത്തുന്നതിനും പാല് കാച്ചി താമസിക്കുന്നതിനും യോഗം കാണുന്നു. 31 വയസ്സ് മുതൽ 41 വയസ്സ് വരെയുള്ള മകം നക്ഷത്രക്കാർക്ക് ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. അതായത്
പ്രശ്നങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടിയുള്ള ഒരു സമയമാണ് കാണുന്നത്. കാരണം എല്ലാവർക്കുമല്ല, ചില മകർ നക്ഷത്രക്കാർക്കാണ് ചിലവ പരിഹരിക്കുവാനായിട്ട് സാധിക്കുന്നു. സംസാരിച്ചോ അല്ലെങ്കിൽ മധ്യസ്ഥം വഴിയോ ഒക്കെ പരിഹരിക്കാൻ സാധിക്കുന്നു. ചിലവ പരിഹരിക്കുവാൻ സാധിക്കാത്തതിനാൽ എന്നേക്കുമായി പിരിയാനായിട്ട് തീരുമാനിച്ച് പിരിഞ്ഞു പോകുന്നതായിട്ടും കാണുന്നുണ്ട്. സാമ്പത്തിക പ്രശ്നം വരുന്നതായിട്ട് കാണുന്നുണ്ട്. എങ്കിൽ ക്രമേണ എല്ലാം ഉയർച്ചയിലേക്ക് എത്തുന്നതായിട്ടാണ് കാണുന്നത്. തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. അതായത് പുരോഗതി ഉണ്ടാകാം, പ്രൊമോഷൻ കിട്ടാം, അല്ലെങ്കിൽ നല്ല ജോലി ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. മറ്റുള്ളവരിൽ നിന്നും ബഹുമാനം ലഭ്യമാകാം. ഇവർക്ക് രണ്ടാമത് ഒരു വിവാഹം കഴിക്കുന്നതിനും ഇവർക്ക് യോഗം കാണുന്നുണ്ട്. പല വിലപിടിച്ച സമ്മാനങ്ങളും ഇവർക്ക് ലഭ്യമാകാം. നാൽക്കാലികളെ വളർത്തുന്നവർക്ക് ഏറെ ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. കലാ സാംസ്കാരിക സാഹിത്യ രംഗങ്ങളിൽ ശോഭിക്കുന്നവർക്കും ഏറെ ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. അധികാര സ്ഥാപനങ്ങളിൽ നിന്നും ഇവർക്ക് ഈ സമയം വളരെയധികം ആനുകൂല്യങ്ങൾ ഇവർക്ക് ലഭ്യമാകുന്നതായിട്ടാണ് കാണുന്നത്. 41 വയസ്സ് മുതൽ 48 വയസ്സ് വരെയുള്ള മകം നക്ഷത്രക്കാർക്ക് അധികാരമുള്ള ഒരു പദവി ഇതിൽ ചില മക നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. സാമ്പത്തികമായും അഭിവൃദ്ധി ഉണ്ടാകാം. സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം. വീട്, വാഹനം എന്നിവ സ്വന്തമാക്കാൻ ഒരു യോഗം ഇവർക്ക് ഈ സമയവും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സമയം വൈദ്യസഹായവും ഒരു ചെറിയ രീതിയിലൊക്കെ ആവശ്യമായിട്ട് വന്നേക്കാം. ചിലർക്ക് ഒരു ചെറിയ സർജറി വേണ്ടി വന്നേക്കാം. അത് കൂടുതലും വയറ് സംബന്ധിച്ച ഒരു സർജറിയാണ് കാണുന്നത്. അതുപോലെ പിതൃസ്ഥാനീയർക്ക് വിയോഗം വരുന്നതിനും ഒരു സാധ്യതയുണ്ട്. ബന്ധുഗുണം ഈ സമയം ലഭ്യമാകാം. ആരോഗ്യം ഒരുവിധം തൃപ്തികരമായിരിക്കും. ഈ സമയം അന്യദേശവാസമാണ് ചിലർക്ക് കാണുന്നത്. 48 വയസ്സ് മുതൽ 66 വയസ്സ് വരെയുള്ള മകം നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ ഐശ്വര്യം നിലനിർത്തുവാനായിട്ട് സാധിക്കുന്നു. ജോലിയിൽ അധ്വാനവും ഉത്തരവാദിത്വവും കൂടുതലായിട്ടാണ് കാണുന്നത്. ശാസ്ത്രങ്ങളെക്കുറിച്ചുള്ള പാണ്ഡിത്യ നിമിത്തം അവാർഡുകൾ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവിടെ വളരെ ചിന്തിച്ച് ആലോചിച്ച് ബുദ്ധിപരമായി വേണം ഓരോ കാര്യങ്ങളും തീരുമാനിക്കുന്നതിന്. ചാടിക്കയറി ഒരു തീരുമാനം എടുക്കരുത്. കാരണം ആലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ വിജയത്തിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. അഗ്നിയിൽ നിന്നും ഭയം വരാം ആയതിനാൽ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ധനത്തിനും മറ്റ് ക്ലേശം വരുന്നില്ല. ഇവിടെ ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. എല്ലാം ഗുണകരമായി തന്നെ പോകാൻ സാധിക്കുന്നു. 66 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക്, അതായത് 66 വയസ്സിന് മുകളിലുള്ള മകൻ നക്ഷത്രക്കാർക്ക് ധാരാളം ധനം കൈവശം വന്നു ചേരേണ്ട ഒരു സമയമാണ്. ചേരുക തന്നെ ചെയ്യും. തൊഴിൽ, വ്യാപാരം എന്നിവ വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. ആരോഗ്യം തൃപ്തികരമായിരിക്കും. അധികാര സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നതിനും ഇവർക്ക് യോഗം കാണുന്നുണ്ട്. പ്രവൃത്തി മണ്ഡലങ്ങളിൽ നിന്നും ഇവർക്ക് അംഗീകാരങ്ങൾ ലഭ്യമാകാം. ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ സംഭാവന നൽകുവാൻ ഇവർക്ക് സാധിക്കുന്നു. കലാ സാഹിത്യാദി രംഗങ്ങളിൽ ശോഭിക്കാനും പ്രശസ്തി നേടാനും ഇവർക്ക് സാധിക്കുന്നു. രാജകീയ വാഹനങ്ങളിൽ സഞ്ചരിക്കാൻ ഇവർക്ക് യോഗം കാണുന്നുണ്ട്. പൊതുവെ ഒരു നല്ല കാലമായിട്ടാണ് ഇവർക്ക് കാണുന്നത്. ഞാനിവിടെ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമായിട്ടാണ് വരുന്നത്. ബുധനും ഗുരുവും കൂടി കർക്കിടക രാശിയിൽ യോഗം വരുന്നതിനാൽ ബുദ്ധിശക്തി, സാമ്പത്തിക പുരോഗതി, അതുപോലെ മികച്ച സംസാരശേഷി എന്നിവ ഉണ്ടാകുന്നു. ഈ യോഗത്തിന്റെ ഗുണമാണത്. വ്യക്തിക്ക് ഉയർന്ന വിദ്യാഭ്യാസവും അറിവും വിവരങ്ങൾ ഓർമ്മിച്ചു വയ്ക്കാനും വിവരങ്ങൾ ശേഖരിക്കാനുള്ള കഴിവ് ലഭിക്കുന്നു. അതുപോലെ തന്നെ ചിലർക്ക് നല്ലൊരു പ്രഭാഷകനാകാൻ, അതായത് പ്രാസംഗികനാകാൻ സാധിക്കുന്നു. വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കേണ്ട ഒരു കഴിവ് ലഭിക്കുന്നു. ധനനേട്ടം ധാരാളമായിട്ട് ഉണ്ടാകുന്നു. കരിയറിലും ബിസിനസ്സിലും വലിയ നേട്ടങ്ങൾ ഇവർക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നു. അത് മാത്രവുമല്ല, ഒരു സ്ഥിരതയുള്ള സാമ്പത്തിക ഭദ്രത ഇവർക്കുണ്ടാകുന്നു. കലകളിലും, അതായത് എല്ലാ കലകളിലും, സംഗീതം, നൃത്തം, സാഹിത്യം, അഭിനയം തുടങ്ങിയ കലകളിലെല്ലാം തന്നെ കുട്ടികൾ ചെറുപ്പത്തിലെ തന്നെ അവർക്ക് ഒരു താല്പര്യം വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. കൂടാതെ തന്നെ ഇതിൽ പ്രവർത്തിക്കുന്ന കലാകാരന്മാർക്ക് ഏറെ ഗുണങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ്. എല്ലാവരോടും സ്നേഹമുള്ള ഒരു പെരുമാറ്റം എന്നുള്ളത് ഈ യോഗത്തിന്റെ ഒരു ഗുണമാണ്. അതായത് എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുക, എല്ലാവർക്കും ബഹുമാനം കൊടുക്കുക, അതുപോലെ സ്വഭാവവും ധർമ്മിഷ്ഠമായ ജീവിതവുമാണ് പൊതുവെ കാണപ്പെടുന്നത്. കുടുംബത്തില് മനസമാധാനവും ശാന്തിയും ലഭിക്കുന്നു. ഇനി ഇത് സൂര്യകേതു യോഗം ചിങ്ങരാശിയിൽ നടക്കുന്നതിനാൽ ഇതിനെ ഗ്രഹണ യോഗം എന്നാണ് പറയുന്നത്. ഇത് ഒരു അശുഭകരമായ യോഗമാണ്. ആത്മവിശ്വാസക്കുറവ് ഇതിനെ ധാരാളം ബാധിക്കാം. അതുപോലെ തന്നെ ഇച്ഛാശക്തിയെയും ബാധിക്കുന്നതാണ്.
വയറു സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടായേക്കാം. അതുപോലെ നല്ല കടുത്ത തലവേദന ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. ഉന്മേഷക്കുറവ് ഉണ്ടാകുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. തൊഴിലിൽ, അതായത് കരിയറിലും ബിസിനസ്സിലും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആശയക്കുഴപ്പങ്ങൾ വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. കാരണം ഒരു കൺഫ്യൂഷൻ വരാം. ഇത് അങ്ങനെയാണ്. ഇതിന്റെ ഒരു കൃത്യമായ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ വരുന്നതിന് ഒരു സാധ്യത ഈ ഗ്രഹണയോഗം കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. അനാവശ്യമായ വഴക്കും തർക്കങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുന്നത് നല്ലതാണ്. കോപം കുറച്ച് അടക്കുന്നത് നല്ലതാണ്. മാത്രമല്ല ആർക്കെങ്കിലും നിങ്ങൾ വലിയ വാഗ്ദാനങ്ങളൊന്നും ചെയ്തായിരിക്കുന്നതും നല്ലതാകുന്നു. ഇനിയുള്ളത് ചന്ദ്ര ശുക്ര യോഗമാണ്. അത് കന്നി രാശിയിലാണ് നടക്കുന്നത്. അതായത് വ്യക്തിയുടെ മനസ്സിനെയും സർഗാത്മികതയെയും അതുപോലെ ജീവിത രീതിയെയും തന്നെ പ്രത്യേകം നല്ല രീതിയിൽ സ്വാധീനിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നല്ല യോഗമാണ് ഈ ചന്ദ്രശുക്ര യോഗം. അത് കന്നി രാശി ബുധന്റെ വീടാണ്. ശുക്രൻ അവിടെ നീചസ്ഥനായിട്ടാണ് കാണുന്നത്. അതായത് കലയിൽ ഉള്ളവർ, അതായത് സംഗീതം, നൃത്തം, ചിത്രകല, ഡിസൈനിങ് തുടങ്ങിയ സർഗാത്മക മേഖലയിൽ പ്രത്യേകം കഴിവ് കുട്ടികൾ കാണിച്ചു തുടങ്ങുന്നു. അവരെ നിരുത്സാഹപ്പെടുത്തരുത്, പ്രോത്സാഹിപ്പിക്കുക. ഇതിൽ ഉള്ള നിലവിലുള്ള കലാകാരന്മാർക്കാണെങ്കിൽ വളരെ ഗുണമേറിയ ഒരു സമയവും കൂടിയാണ്. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ ഈ യോഗം മൂലം നമുക്ക് പെട്ടെന്ന് സഹജീവികളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സങ്കടങ്ങളെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവരെ ചിലർ വേണ്ടുന്ന രീതിയിൽ സഹായിക്കാനുള്ള ഒരു മനസ്സും ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ കൃത്യമായി ഒരു കാര്യങ്ങൾ ചെയ്ത് തീർക്കുവാൻ സാധിക്കുന്നു. ടൈം ബോണ്ടായിട്ട് ഒരു കാര്യം ചെയ്ത് തീർക്കാം. പ്രോജക്റ്റ് വർക്കുകളായിരുന്നാലും അതുപോലെ തന്നെ കരാർ ജോലി ആയിരുന്നാലും അതൊക്കെ കോൺട്രാക്ടർമാർക്കൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ അവർക്ക് അനുവദിച്ചു കൊടുത്തേക്കുന്ന തീയതിക്ക് മുമ്പ് തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ചുറ്റുപാടും പിന്നെ ആ വ്യക്തി ശുചിത്വവും എല്ലാം പാലിക്കാനായിട്ടും ഈ യോഗം കൊണ്ട് ഏറെ ഗുണങ്ങൾ ലഭിക്കുന്നതാണ്. വീടും പരിസരവും ഒക്കെ നല്ല വൃത്തിയാക്കി വയ്ക്കാൻ സാധിക്കുന്നു. സ്നേഹവും പ്രണയവും ഉള്ളവർക്ക് മാത്രം ഒരു തിരിച്ചടി ചിലർക്ക് ഉണ്ടാകാം. കാരണം കന്നി ശുക്രന്റെ ബലക്ഷയം മൂലം ബന്ധങ്ങളിൽ, ഈ സ്നേഹബന്ധങ്ങളിലും പ്രേമബന്ധങ്ങളിലൊക്കെ തെറ്റിദ്ധാരണ വരുന്നതിനും അത് മാറിപ്പോകുന്നതിനും ഉള്ള സാധ്യതയുണ്ട്. അത് കാരണം ഒരു ആശയക്കുഴപ്പം അവിടെ ഉണ്ടാകുന്നത് കൊണ്ടാണ്, മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. നിങ്ങൾക്കുള്ള പൂജാപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ ജ്യോതിഷപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്റെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വരുന്ന ചിങ്ങമാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.